ഈ തലമുറയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ചില കഥകൾ മാത്രമേ അറിയൂ. അവർ ഇന്റർനെറ്റും മൊബൈലും ഇല്ലാത്ത ലോകം കണ്ടിട്ടില്ല. Mr. Shadin Scalia, you are mistaken. Informationസും ഡേറ്റയും വിരട്ടും മോസ്കോയിലും ഒക്കെ കിട്ടുന്ന കാലഘട്ടത്തില് അതിബുദ്ധിമാന്മാരായ കുട്ടികളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. Don't underestimate them. സംബന്ധിച്ചിടത്തോളം ഈ കലാപവും അരാജകത്വവും നിയമമില്ലാത്ത അവസ്ഥയുമൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ വൻ മനുഷ്യ മഹാസമുദ്രത്തിൽ വിരലിലുണ്ടാവുന്ന പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മെജോറിറ്റി പൗരന്മാരും കലാപകാരികളെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? പാടില്ല, ആരുമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആയിരക്കണക്കിന് പേരാണ് ഇറങ്ങുന്നത്. അയ്യോ, ആരുമില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നീറ്റ് പരീക്ഷയ്ക്ക് മുൻപ് നീറ്റിലെ ഓരോ ചോദ്യ പേപ്പറിനും ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് വാങ്ങാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ട കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ അവർക്കൊപ്പം തന്നെയുണ്ട്. മനസ്സുകൊണ്ടെങ്കിലും ഇവരെ ചേർത്ത് പിടിക്കുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരും. ഇത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിസ്റ്റർ ജേർണലിസ്റ്റ്? ഇത് നീണ്ടുപോയാൽ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ സംഭവിച്ചത് ഉണ്ടാവാം. ഇവിടെയൊക്കെ വിപ്ലവാനന്തരം എന്ത് സംഭവിച്ചു? ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി വിപ്ലവത്തിന് ശേഷം അവിടെ ഉണ്ടായത് ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക ഭരണമാണ്. ലോകത്തെല്ലായിടത്തും ഇത്തരം വിപ്ലവങ്ങൾക്ക് തിരികൊടുക്കുന്നവർ, അവർക്ക് ചില ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കഴിയുമ്പോൾ ഗ്ലോബൽ ഇസ്ലാമിക് ടെററിസം ഒരു ഭീഷണി തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ CJP-യുടെ സമര മുന്നേറ്റവും മിസ്റ്റർ സോനത്തിന്റെ സത്യാഗ്രഹവും ഒക്കെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ കണ്ണടച്ചാൽ മറ്റുള്ളവർക്ക് ഇരുട്ടാവില്ല എന്ന മിനിമം വിവരമെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? നിലവിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ ഉടച്ചു വാർക്കണം. എല്ലാത്തിനും കാരണക്കാരനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെയുള്ള ജനുവിനായിട്ടുള്ള ആവശ്യം എന്തുകൊണ്ടാണ്? ഈ ന്യായമായ ആവശ്യങ്ങൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമികളുമായി കണക്റ്റഡ് ആവുന്നത്? ഡൽഹിയുടെ തെരുവുകളിൽ ഈ കുട്ടികൾ തള്ളുകൊള്ളുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കും കൂടെ വേണ്ടിയാണ്. അത് മറക്കരുത് മിസ്റ്റർ ഷാജൻ. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഞാനത് പരിശോധിച്ചു നോക്കി. അവർക്ക് ആഘോഷിക്കുകയാണ്. രാജ്യത്ത് വിദ്യാർത്ഥി വിപ്ലവം ഉണ്ടായിരിക്കുന്നു. ബംഗ്ലാദേശ് പോലെ അട്ടിമറി ഉണ്ടാവും എന്ന പ്രതീക്ഷയും അവർക്ക് നിലനിൽക്കുക. പിന്നെ പാകിസ്ഥാനികൾക്ക് നല്ലവണ്ണം അറിയാം ഇന്ത്യൻ യുവാക്കൾ എന്തിനു വേണ്ടിയാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതെന്ന്. ഇന്ത്യയിൽ 20ഓളം ടീനേജേഴ്സ് വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ കെടുകാര്യസ്ഥത കാരണം, അഴിമതിയുടെ ആധിക്യം കാരണം ആത്മഹത്യ ചെയ്തു. നീറ്റ്, JRF തുടങ്ങിയ പരീക്ഷകളൊക്കെ തുടർച്ചയായി റദ്ദാക്കപ്പെടുന്നു, ക്യാൻസൽ ചെയ്യപ്പെടുന്നു. CBSE പരീക്ഷകളുടെ അതിന്റെ മൂല്യനിർണ്ണയത്തിന്റെ ഒക്കെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് പാകിസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ അതിശയിക്കുകയാണ്, അമ്പരക്കുകയാണ്. മിസ്റ്റർ ഷാജൻ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ഓരോ വീഡിയോയിലും നിരന്തരം പാട്ടുകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ പാട്ടുകളെ സ്വന്തം നാട് ചേർത്ത് പിടിച്ചത് കാണുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത, ഒരുതരം അസഹിഷ്ണുത, അതാണ് ഷാജൻ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം.